ഹലോ വെൽക്കം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൽഹി സെറ്റ് 1 2025 നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക്വസ്റ്റ്യൻ: ഇഫ് HCF ഓഫ് എക്സ് ആൻഡ് 20 ഈക്വൽ ടു 2 ആൻഡ് LCM എക്സ് ആൻഡ് 20 ഈക്വൽ ടു 60, ദെൻ വാല്യൂ ഓഫ് എക്സ് ഈസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു നോക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ഫെമിലിയർ ആവാം. അതായത് HCF, രണ്ട് നമ്പറുകളുടെ HCF 2 ആണ്. അതേ രണ്ട് നമ്പറുകളുടെ LCM 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എത്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. HCF ഓഫ് എക്സ് ആൻഡ് 20, എക്സും 20 രണ്ട് നമ്പറുകളാണ്. ഈ രണ്ട് നമ്പറുകളുടെ HCF ആണ് 2, ഈ രണ്ട് നമ്പറുകളുടെ LCM ആണ് 60. അങ്ങനെയാണ് ഈ ആദ്യത്തെ നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ HCF ഇൻറ്റു LCM ഈക്വൽ ടു A ഇൻറ്റു B എന്നാണ്. അതായത് രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റും ആ നമ്പറുകളുടെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കുമെന്നൊരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് HCFും LCMുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കണം. HCF ഇൻറ്റു LCM ഈക്വൽ ടു A ഇൻറ്റു B. A ഇൻറ്റു B എന്ന് പറഞ്ഞ രണ്ട് നമ്പറുകളാണ്. HCFും LCM എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകളുടെ HCFും LCMുമാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള വാല്യൂസൊക്കെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. HCF എന്ന് പറഞ്ഞാൽ HCF എക്സ് ആൻഡ് 20 ഈസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇട്ട് കൊടുത്തു. പിന്നെ LCM ഓഫ് എക്സ് ആൻഡ് 20 ഈസ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 ഇട്ട് കൊടുത്തു. ഈക്വൽ ടു A ഇൻറ്റു B. ആ രണ്ട് നമ്പറുകളാണ്. അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഒരു നമ്പർ എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 20 നമ്മൾ കൊടുത്തു. ഇനി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റൈറ്റ് സൈഡിലാണ് പോയിരിക്കുന്നത്. എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വേരിയബിൾ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ഈ റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 20 ഇപ്പുറത്തോട്ട് എഴുതി, ഈ 2 ഇൻറ്റു 60 അപ്പുറത്തോട്ട് എഴുതി. അപ്പോൾ വ്യത്യാസമില്ല, കാരണം വാല്യൂവിന് വ്യത്യാസം വരില്ല. കാരണം ഫുൾ നമ്മൾ ഇക്വേഷൻ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിനെ ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 20. ഇവിടെ എക്സ് ഇൻറ്റു 20 ആണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആകും. അതാണ് ഇവിടെ ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ ഈ 20. അപ്പോൾ ഈ 0യും വെട്ടിപ്പോയി, ഈ 2യും വെട്ടിപ്പോയി, ബാക്കിയുള്ളത് 6 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിലുണ്ട് 6. ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഒരു നമ്പറാണ് തരാതിരുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ രണ്ട് നമ്പറുകളും തന്നിട്ടുണ്ട്, LCMും തന്നിട്ട് HCF ചോദിക്കാം, കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറുകളും HCFും തന്നിട്ട് LCM കണ്ടുപിടിക്കാൻ ചോദിക്കാം. നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ നമ്പർ A എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 6. രണ്ടാമത്തെ നമ്പർ തന്നിട്ടുണ്ട് 20. മൂന്നാമത്തത് HCF 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. LCM 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് എയും ബിയും രണ്ട് നമ്പറുകളും തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പറുകളുടെ LCM 60 തന്നിട്ടുണ്ട്. എന്നിട്ട് HCF കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ അപ്പോഴും നമ്മളിവിടെ ഇക്വേഷൻ എഴുതുക. ഇതൊക്കെ നമ്മുടെ കോമൺ ഇക്വേഷൻ. HCF ഇൻറ്റു LCM ഈക്വൽ ടു A ഇൻറ്റു B എന്നുള്ള എഴുതുക. ഇതിൽ HCF മാത്രമാണ് ഇല്ലാത്തത്, ബാക്കി കണ്ടുപിടിക്കാനുള്ളത് ബാക്കി 3 നമുക്കുണ്ട്. അപ്പോൾ HCF കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ HCF എന്ന് തന്നെ എഴുതി. ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ 60 ഈക്വൽ ടു A ഇൻറ്റു B. A ഇൻറ്റു B 6 ഇൻറ്റു 20.
ദെൻ HCF ഈക്വൽ ടു 6 × 20. ഇവിടെ 60 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും 60. കാരണം നമ്മൾ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനാകും. ഇവിടെ അഡീഷൻ ആണെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് സബ്ട്രാക്റ്റ് ചെയ്യും. ഇവിടെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അഡീഷൻ ആഡ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ 0 പോയി, ഈ 6 പോയി, HCF 2 എന്ന് നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇത് 3 നമുക്ക് തരാം, എന്നിട്ട് LCM ചോദിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഇതേ തന്നെ ഇക്വേഷൻ എഴുതും. HCF ഇൻറ്റു LCM ഈക്വൽ ടു A × B എന്ന് എഴുതും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് LCM ആണ്. HCF 2 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 × LCM ഈക്വൽ ടു A × B എന്ന് പറയുന്നത് 6 × 20. ദെൻ LCM ഈക്വൽ ടു 6 × 20. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാം. 2നെയും 6നെയും കൂടെ എടുക്കാം. 1 2 is 2, 3 2s are 6, 3 × 20 60. അപ്പോൾ LCM 60 എന്ന് കിട്ടി. അപ്പം ഇങ്ങനെ ഈ 3 രീതിയിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ കോമൺ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതാണോ തരാത്തത് അത് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തരാത്തത് ഏതാണോ അത് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ x × 20 ഇപ്പോഴത്തെ സൈഡിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എക്സിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ. ഈ 2 കേസിലും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് വന്നില്ല. ഓക്കെ.